عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا صلوا عليه وسلموا تسليما. ഈ ലോകത്തിനങ്ങ് പകർന്നു കൊടുക്കാത്ത നന്മകൾ ഏതുണ്ട് യാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യം എന്താണെന്ന് ലോകം അറിഞ്ഞത് അങ്ങയിലൂടെയാണ്. സ്നേഹം എന്താണെന്ന് ലോകം മനസ്സിലാക്കിയത് അങ്ങയുടെ സഫല ജീവിതത്തിലൂടെയാണ്. സകല നന്മകൾക്കും മാതൃകയായി മനുഷ്യ ചരിത്രത്തെ തന്നെ രണ്ടായി പിളർത്തിയ പുരുഷ മുത്ത് ത്വാഹ മുസമ്മിൽ നിലാവേ നിത്യ സ്വർഗീയ പരിമളമുല്ലേ. അങ്ങയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് സിറാജുൽ മുനീറ, ഞങ്ങളെ കുറിച്ച് പറഞ്ഞതോ ഉലൂമൻ ജഹൂല. അങ്ങയെ കുറിച്ച് അല്ലാഹു വർണ്ണിച്ചത് റഹ്മത്തുൽ ലിൽ ആലമീന, ഞങ്ങളെ കുറിച്ച് പറഞ്ഞതോ കൽ അൻആം വഹും വാദിൽ. അങ്ങ് എത്ര ഉന്നതിയിലാണ്, അങ്ങ് എത്ര വലിയ മഹാനാണ്, ഞങ്ങളോ എത്ര തരം താഴ്ന്നവരാണ്. ഈ ഉള്ളവരുടെ ഈ പ്രകീർത്തനങ്ങൾ സ്വീകരിക്കണേ നാഥാ. മുത്ത് ത്വാഹ മുസമ്മിൽ നിലാവേ നിത്യ സ്വർഗീയ പരിമളമുല്ലേ. മുത്ത് ത്വാഹ മുസമ്മിൽ നിലാവേ നിത്യ സ്വർഗീയ പരിമളമുല്ലേ. സത്യ സൗഭാഗ്യം കൈ തന്നുമല്ലേ, രക്ഷ തന്നാലും മരതക കല്ലേ. സകല നൂറിൻ ഹയ്യാത്ത് ചൊല്ലാം, സഫല ജന്മം തരൂ അവർക്ക് മോല. അരിക വന്നാലും പൂരണപ്പൂവേ, അഖില വിജയത്തിൻ കാരണമല്ലേ. ഏകാന്തമായ വിജനമായ മരുഭൂമിയിൽ ഒരു കൂടാരത്തില് 16 വയസ്സുള്ള ഒരു അടിമപ്പെണ്ണും 6 വയസ്സുള്ളൊരു പൊന്നുമോനും 19 20 വയസ്സുള്ളൊരു ഉമ്മയും ഒറ്റക്ക. രക്ഷപ്പെടില്ലെന്ന് നാട്ടുവൈദ്യന്മാരൊക്കെയും പറഞ്ഞു. അടിമ സ്ത്രീയായ ബറക്കയോട് ആമിന ബീവി പറയുന്നുണ്ട്, എന്റെ പൊന്നുമോനെ ഒന്ന് എന്റെ മാറിടത്തിലേക്ക് കിടത്തി തരൂ. ഓർക്കണം, കൂട്ടത്തിൽ നമ്മുടെ ഉമ്മാനെ കൂടി ഓർക്കണം. മുത്തുമുമ്മിന് തന്റെ മുഖത്തോട് ചേർന്ന് കിടക്കുന്ന മോനെ നോക്കി ആമിന ബീവി തേങ്ങുകയാണ്. ഉപ്പാനെ കാണാതെ വളർന്ന മകനാണ് റബ്ബേ, ഇനി ഞാനും കൂടെ നാഥാ നീ അവനെ ഉപ്പ അബ്ദുൽ മുത്തലിബിന്റെ അടുത്തെത്തിക്കണേ. വൈകാരികമായ നിമിഷം അപവായിന്റെ മണ്ണിൽ മുഹമ്മദ് എന്ന 6 വയസ്സുകാരൻ പൂർണ്ണമായും യതീമാവുകയാണ്. അപവായിൻ ദേശത്ത് ആമിന ബീവി അന്ത്യ സമയത്ത് അവരന്ന് തേങ്ങി. അപവായിൻ ദേശത്ത് ആമിന ബീവി അന്ത്യ സമയത്ത് അവരന്ന് തേങ്ങി. ആരോരുമില്ലാത്ത പൈതലിനെ ആരാര് തുണയേകും തമ്പുരാനെ. ആരോരുമില്ലാത്ത പൈതലിനെ ആരാര് തുണയേകും തമ്പുരാനെ. ആരാര് തുണയേകും തമ്പുരാനെ. മക്കയിലേക്ക് മടങ്ങി വരികയാണ് ആ ബാലൻ. ഒരൊട്ടകം ശൂന്യമാണ്, മറ്റൊന്നിനു മുകളിൽ മില്യൺ കണക്കിന് ജനതയുള്ള നായകൻ. ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന മുത്തുമുഅ്മിനീങ്ങളുടെ നായകൻ. 7 കവാടങ്ങളിലും മിഹ്റാബിന്റെ രാവിൽ സ്വാഗതം ഓതപ്പെട്ട നായകൻ. അല്ലാഹുവിന്റെ ഖലീറത്തുൽ ഖുദ്സിൽ ചെരിപ്പിട്ട നായകൻ. നമ്മളൊക്കെ എന്ത് മാതികാടോ, ഒന്ന് ആലോചിച്ചു നോക്ക്.
പറയാം, ഞാനും ഒരു പ്രവാചക സ്നേഹിയാണ്. ഉപ്പയും ഉമ്മയും ഇല്ലാതെ മക്കത്തേക്ക് മടങ്ങി വന്ന പ്രവാചകന് വേണ്ടി കണ്ണീർ പൊയ്ക്കാത്ത ഞാനൊക്കെ എന്ത് മാതിഹാണോ. ഒന്ന് കരയുക ഹബീബേ, ഒന്ന് കരഞ്ഞു നോക്ക് ഹബീബേ. പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിന്റെ ഹാദിമ. അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് മാദിഹ. എന്നും മുഹിബിന്റെ മുന്നിൽ മദ്ഹത്ര പാടി ഞാനിന്നെന്ത് ചോറില. ഒന്നും നേതാവിന്റെ ചാരെ വന്നില്ലേ, നാളെ എന്താകും പേജാറില. പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിന്റെ ഹാദിമ. അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് മാദിഹ. ആരോരുമില്ലാതെ വളർന്ന നബിക്ക് ആശയുടെ പ്രത്യാശയുടെ കണികയായിരുന്നു ഖദീജ. റസൂലിന്റെ ഉള്ളിൽ തിളങ്ങി നിൽക്കുന്ന നിറദീപമായിരുന്നു ഖദീജ. ആയിഷ ബീവി ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ഖദീജയുടെ അടങ്ങാത്ത പ്രേമമാണല്ലോ അങ്ങേക്ക്. ഖദീജ ബീവിയുടെ സഹോദരി ഹാലയെ സ്വീകരിച്ച രീതി കണ്ട് ചോദിച്ചു പോയതാണ് ആയിഷ ബീവി. ആളുകൾ കല്ലെറിഞ്ഞു പോയും പരിഹസിച്ചു പോയും എന്റെ കണ്ണുനീര് തുടച്ച ഖദീജ, എന്റെ മനസ്സറിഞ്ഞ ഖദീജ. 2 വിവാഹം കഴിഞ്ഞിട്ടും 40കാരിയായ വിധവേ 25ന്റെ യൗവനത്തിൽ റസൂലുള്ള പത്നിയാക്കുമ്പോ മക്കാര് പറഞ്ഞതെന്തെന്നറിയോ? അൽ അമീനിന്റെ തോഹിറ. എന്ത്? അൽ അമീനിന്റെ തോഹിറ. മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജ ബി മുന്തി മുഹമ്മദിനെ വേൽക്കാനന്ദാജബല്ല. മാലിനി മണിയായ ഖദീജ ബി ചുളുവിലായി സമ്മാനം തേടുന്നേ, സന്തോഷം പേറുന്നേ. ഹജറുൽ അസ്വദ് സ്ഥാപിക്കാൻ ആരെ നിയോഗിക്കുമെന്ന ആശങ്കയിൽ ഗോത്രങ്ങൾ കൊമ്പ് കോർക്കാനിരിക്കെ റസൂലുള്ള കഅബാലയത്തിലേക്ക് കടന്നു വരണ്ട്. എല്ലാവർക്കും ആശയ കേന്ദ്രമായിരുന്ന നബി അവിടെയും ഒരു തീർപ്പ് പറഞ്ഞു. സ്വാദിഖായ നബിക്ക് അൽ അമീനായ മുഹമ്മദിന് മക്കക്കാർ നൽകിയ വില അതായിരുന്നു. പ്രായം 40നോടടുത്തപ്പോ പിന്നെ ജീവിതം ഹിറാ ഗുഹയിലാണ്. ഏകാന്തവാസമാണ്. നബൂവത്തിന്റെ സുന്ദരമായ രംഗം, ജിബ്രീലിന്റെ ആഗമനം, ഇഖ്റ ഉരവിടാനുള്ള കൽപ്പനയും നാഥന്റെ ദൂതനായുള്ള നിയോഗനവും മുൻകാല ഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലുമായി അഹമ്മദായും മുഹമ്മദായും അവതരിപ്പിക്കപ്പെട്ട നബി ഹിറാ ഗുഹക്കകത്ത് വെച്ച് ആ സത്യത്തെ പുൽകുകയാണ്. വിറച്ച് ഖദീജാന്റെ അടുത്ത് വന്ന് പറയാ നബി, ഒന്ന് ആലോചിച്ചു നോക്ക് മുത്തുമുമ്മിനെ. ആ രംഗം എന്നൊന്ന് പുതപ്പിട്ട് മൂടൂ. സമ്മിലൂനി ഖദീജ, സമ്മിലൂനി. ജിബ്രീൽ വന്ന് ഇഖ്റ തന്ന് ഖുർആന്റെ നൂറ് ആലമിൽ തെളിഞ്ഞ്. ജിബ്രീൽ വന്ന് ഇഖ്റ തന്ന് ഖുർആന്റെ നൂറ് ആലമിൽ തെളിഞ്ഞ്. പുതപ്പിട്ട് മൂടൂ ഖദീജ, ചേർത്തൊന്നണയ്ക്കൂ ഖദീജ. പുതപ്പിട്ട് മൂടൂ ഖദീജ, ചേർത്തൊന്നണയ്ക്കൂ ഖദീജ. യതീമായ തനിക്ക് പൂർണ്ണ സംരക്ഷണം നൽകിയ അബൂ തോലിബും വിട്ടുപിരിഞ്ഞു. പ്രിയ പത്നി ഖദീജ ബീവിയും ലേക്ക് മടങ്ങി. ജന്മദേശമായ തോയിഫിൽ നിന്നും ഉണ്ടാവുന്ന വേദനാജകമായ ആട്ടിയോടിക്കലുകളെ അത്രമേൽ വേദനാജനകമായ നിമിഷത്തിലാണ് നാഥന്റെ കൽപ്പന വരുന്നത്. ഹിജ്റ കേവലം മക്ക വിട്ട് മദീനയിലേക്കുള്ള പ്രയാണം മാത്രമായിരുന്നില്ല, കാലത്തിന്റെ നിയോഗമല്ലാതെന്തു പറയാൻ. തന്നെയും കാത്തി യസ്രിബിൽ ഒരു സമൂഹം നിൽക്കുന്നു. അതേ യസ്രിബിൽ തന്നെയാണ് തന്റെ പിതാവിന്റെ ഖബറും. ആ വഴി മധ്യ വെച്ചാണ്
തന്റെ പ്രിയ ഉമ്മ ആമിന ബീവി മന്തി ഇറങ്ങുന്നത് മക്ക ദുർഘടമായിരിക്കുന്നു. സമയമെടുത്ത് നടത്തിയ തയ്യാറെടുപ്പിൽ സിദ്ദീഖ് തങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. ഇസ്ലാമിക് ചരിത്രത്തിലെ ഏറ്റവും വലിയ നായികക്കല്ല് ഹിജ്റ. മുത്ത് നബിയുടെ ദഅവത്തന്ന് മെച്ചമായൊരു നേരം മുമ്പ് നബിയുടെ തലയറുക്കാൻ ഒത്തുചേർന്നവർ വേഗം. മുർത്തദ നബിയോരെ മുശ്രിക്കുകൾ വളഞ്ഞ കാലം അമ്പവൻ വഴിയെത്തിടുന്നു പോണം ത്വയ്ബയിൽ വേഗം. പേടിയിൽ സിദ്ദീഖരും ആശ്വാസമായി നബി തങ്ങളും ലാ തഹ്സൻ യാ സ്വദീഖി ഇന്ന റബ്ബി മഅനാ. നമുക്കൊന്ന് മനസ്സുകൊണ്ട് മദീനയിലേക്ക് പോകാം. മുത്ത് റസൂലിന്റെ സ്വന്തം മദീനയിലേക്ക് വരൂ. എല്ലാവരും ഒന്ന് കണ്ണടച്ചുകൊണ്ട് സങ്കല്പിക്കൂ. മസ്ജിദുൻ നബവിയുടെ മുറ്റം 10,000-കണക്കിന് ആളുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. നേർത്ത മഴ പെയ്യുന്നുണ്ട്. ഉഹ്ദ് മല താണ്ടി ഒരു പൂങ്കാറ്റ് നമ്മെ തയുകി എങ്ങോട്ടോ പോകുന്നുണ്ട്. മുന്നിൽ മസ്ജിദുൻ നബവി. നിലം തണുത്തു വിറങ്ങലിച്ചിരിക്കുന്നു. അന്തരീക്ഷ താപനില എത്രയോ അധികവും. മസ്ജിദിന്റെ വലത്തേക്ക് കുബ്ബത്തുൽ ഹളറ, ആ പച്ച മിനാരം. ഹൃദയ വിലാപത്തോടെ കേൾക്കൂ സഹോദര. മദീന, ഏത് മദീനയാണത്? മദീനയിലെ ഭക്ഷണത്തെ കുറിച്ച് പറയരുതേ മുഹമ്മദ്. മദീനയിലെ കാറ്റിനെ കുറ്റം പറയരുതേ മുഹമ്മദ്. കച്ചവടക്കാരോട് തർക്കിക്കരുതേ മുഹമ്മദ്. കാലിൽ ചെരുപ്പിടാതെ മദീനയിലൂടെ മാലിക് തങ്ങൾ നടന്നത് അത് മുത്തിനോടുള്ള സ്നേഹം കൊണ്ടാ. കരഞ്ഞ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മദീന വിട്ടത്. മുത്തില്ലാത്ത മദീനയിൽ പിന്നെ ഞാൻ എന്തിനാ എന്ന് ആലോചിച്ചുകൊണ്ടാ. മദീന 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 അൽ മദീനത്തുൽ മുനവ്വറ. കണ്ട് കൊതി തീർന്നതാര മദീന, കൊണ്ടുപോയത്ര ജീവൻ മദീന. ദൂരെ 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 മദീന. ദൂരെ 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 മദീന. മരണത്തിനെന്ത് വേദനയാ ആയിഷ. മരണത്തിന്റെ തണുപ്പിലും ചൂടിലും ആയിഷ ബീവിയുടെ മടിയിൽ തല ചായ്ച്ച് പറയുകയാണ്, ഞാൻ എന്റെ റബ്ബിനോട് സംസാരിക്കാൻ പോവാ. ഉമർ റളിയല്ലാഹു അൻഹു നോവിന്റെ തീച്ചൂളയിൽ താക്കി ഇതുപോലെ ശബ്ദമുയർത്തി, ആരെങ്കിലും എന്റെ റസൂല് മരിച്ചെന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ പീതെടുക്കുമെന്ന്. പ്രവാചകൻ അവസാന നോക്ക് കാണാൻ ചങ്കായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വരുന്ന ഒരു കാഴ്ചയുണ്ട്. ആ ചെറിയ റൂമിൽ റസൂലിനെ പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു വല്ലാത്ത ചുംബനം നൽകിക്കൊണ്ട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, കണ്ണ് നിറഞ്ഞ അതരങ്ങൾ വിതുമ്പി പറഞ്ഞത്, മാ തീബുക ഹയ്യൻ വമാ തീബുക മയ്യിത. ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേക്കെന്ത് സുഗന്ധമായിരുന്നു റസൂലെ, മരിച്ചു കിടക്കുമ്പോഴും അങ്ങേക്കെന്ത് സുഖമാണ് നബിയെ. മദീനയിലെ വെളിച്ചമാണ് അണഞ്ഞത്. മാനവരാശിക്കാണ് നേതാവിനെ നഷ്ടമായത്. എല്ലായിടത്തും വെളിച്ചം നിറച്ച് അങ്ങ് ഞങ്ങളിൽ നിന്ന് പറന്നതെന്നോ അറിയാം. ഞങ്ങളെ കാത്തവിടെ നിൽക്കുന്നുണ്ടെന്ന്. യാ റസൂലേ സലാം. മുഖം പൊത്തിയ മണ്ണിലേക്ക് കടന്ന് 1000 സലാം. മുത്തിനെ നോക്കിയ നേരം ഉലയാത്ത ഉമറും ഉടയുന്ന കണ്ടു, ഉടലായ മകളും ഉരുകുന്ന കണ്ടു. മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീടാ, മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രമിൽ കഴിഞ്ഞൊരു കൂട. വിതുമ്പുന്ന നബിയോരെ തുളുമ്പുന്ന മീനീരെ ഒപ്പിയെടുത്തൊരു ചുവരാണാ സ്വർഗക്കൂട്. ഒപ്പിയെടുത്തൊരു ചുവരാണാ സ്വർഗക്കൂട്.